നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. നാം എത്ര നന്മയോട് ജീവിച്ചാലും അപമാനിക്കപ്പെടാം, ആക്രമിക്കപ്പെടാം. പ്രായോഗികമായി പെരുമാറുക എന്നത് മാത്രമാണ് പരിഹാരം. ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ, അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. അയാൾ കിതച്ചുകൊണ്ടാണ് ആ വഴി ഓടുന്നത്. നന്നേ ക്ഷീണിതനാണ്, നിലവിളിക്കുന്നുമുണ്ട്. എതിരെ വന്നയാൾ കാര്യം അന്വേഷിച്ചു. അയാൾ പറഞ്ഞു, എന്റെ വീട് ഇവിടെ അടുത്താണ്. ഞാൻ വർഷങ്ങളായി ഈ വഴിയാണ് സഞ്ചരിക്കുന്നത്. വഴിപോക്കൻ ചോദിച്ചു, ഇതൊന്നും ഞാൻ ചോദിച്ചതിന് ഉത്തരമല്ലല്ലോ. ഇതൊന്നും ഈ ഓട്ടത്തിന്റെ കാരണവുമല്ല. എന്താണ് പ്രശ്നം? അയാൾ പറഞ്ഞു, അല്പം മുമ്പ് ഒരു പാമ്പ് എന്നെ കടിച്ചു. എന്നിട്ട് ഈ വഴിയാണ് പോയത്. ഞാൻ അതിനെ തേടി പോവുകയാണ്. ഈ വഴി എന്റെയാണ്. എന്നെ എന്തിനാണ് കടിച്ചതെന്ന് ചോദിക്കണം. ഇത് പറഞ്ഞപ്പോഴേക്കും അയാൾ അവിടെ കുഴഞ്ഞു വീണു. അനർത്ഥങ്ങൾ സംഭവിക്കുന്നത് ആരുടെയും യോഗ്യത നോക്കിയിട്ടല്ല. സുഹൃതങ്ങൾ മാത്രം ചെയ്യുന്നവരുടെ ജീവിതത്തിലും അനർത്ഥങ്ങൾ കടന്നു വരാറുണ്ട്. സംഭവിക്കുന്ന അപകടങ്ങളല്ല, അവയോടുള്ള പ്രതികരണങ്ങളാണ് തുടർ ജീവിതത്തിന്റെ നീളവും വീതിയും തീരുമാനിക്കുന്നത്. ഏത് ദുരന്തത്തിലും തൽക്ഷണം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ദുരിതമുണ്ടാക്കിയവയുടെ പിന്നാലെ പായലല്ല വേണ്ടത്, സ്വന്തം അതിജീവനത്തിലുള്ള മാർഗം കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത്. എത്ര നന്മയോടെ ജീവിച്ചാലും അപമാനിക്കപ്പെടാം, ആക്രമിക്കപ്പെടാം. പ്രായോഗികമായി പെരുമാറുക എന്നത് മാത്രമാണ് പരിഹാരം. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.